ഹായ്, എന്നാ പരിപാടി എന്നറിയാവോ? ഇതുണ്ടോ, ഒരു 3-4 കൊല്ലം മുന്നേ നമ്മൾ ഈ കൊക്കോയെന്ന് കൊക്കോക്ക പറിച്ചേച്ച് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കിയായിരുന്നേ. അന്നും ഇന്നും ആൾക്കാരുടെ സംശയം കേട്ടോ, ശരിക്കും ഇതിൽ തന്നെയാണോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്? കുറെ പേർക്ക് അറിയത്തില്ല. പിന്നെ കൊക്കോക്ക ആരായിരുന്നു, ഏതോ പണ്ടൊരു വീഡിയോയിൽ മറ്റേ അമൃത സുരേഷിന്റെ അനീതിയല്ലേ, അവരാദ്യമായിട്ട് കൊക്കോക്ക കണ്ടപ്പോൾ അവരതിന്റെ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരാരൊക്കെയോ കുറെ ട്രോളും ഒക്കെ ചെയ്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പിന്നെ കൊക്കോക്ക നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് നോസ്റ്റാൾജി ആണല്ലോ. മറ്റേ കൊക്കോക്ക ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പൊട്ടിക്കുക. എന്തത് പഴയ പോലെ ഒന്നും പൊട്ടുന്നില്ലല്ലോ, വയസ്സായില്ലേന്നല്ലേ. ഇതിങ്ങനെ പൊട്ടിക്കുക. എന്നിട്ടുണ്ടോ, ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാരേലും കാണാത്തവരുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പണ്ടൊക്കെ കൊക്കോക്ക പൊട്ടിച്ചാൽ ഡയറക്റ്റ് ഒറ്റ പൊട്ടുമായിരുന്നു. കണ്ടോ, ഇതിൻ്റെ പേരാണ് കൊക്കോക്ക. ഇതാ കണ്ടോളൂ, ഇതിങ്ങനെ എടുക്കുക. കണ്ടോ, എന്നിട്ട് ഇതെങ്ങനെ തിന്നാം. ഇതാണ് ഒറിജിനൽ കൊക്കോ ബീൻസ്. പണ്ട് കൊക്കോ ബീൻസ് നമ്മൾ കടയിൽ കൊടുക്കുമല്ലോ, അപ്പോൾ ഇവരൊക്കെ ഈ പാപ്പന്മാരൊക്കെ ഇങ്ങനെ കൊക്കോക്ക പറിക്കുകയും പൊട്ടിച്ച് ഇങ്ങനെ കളയൊക്കെ ചെയ്യും. നമ്മൾ പോയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കഴിച്ചിട്ട് കുഞ്ഞിലട്ടോ അതിനകത്തിടാൻ വരുമ്പോൾ അടി കിട്ടുമായിരുന്നു, ഓടുമായിരുന്നു. പണ്ടൊക്കെ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഇതിലെ പറമ്പിൽ കൂടെ നടന്നിട്ട് ഈ കൊക്കോക്കൊക്കെ പറിച്ച് തിന്നിട്ട് ഈ കൊക്കോ ബീൻസ് അതേപോലെ തന്നെ കളയും കേട്ടോ. എന്നിട്ട് വിവരമൊന്നും ഇല്ലല്ലോ ഒന്ന്, കൊക്കോ ബീൻസിന് ഇത്ര വിലയാണെന്നോ ഇതിൽ നിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതെന്നോ നമുക്കറിയത്തില്ലല്ലോ. എന്തോരം കൊക്കോ ബീൻസ് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഒറിജിനൽ കൊക്കോക്കായും. എന്നിട്ട് ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊക്കോ ബീൻസ് ആക്കി വെക്കുന്നത്. ആ കൊക്കോ ബീൻസിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് ശരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ്. പക്ഷെ ചോക്ലേറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ബേസ് സാധനമാണ് ഈ നിൽക്കുന്ന കൊക്കോക്ക. ചുമ്മാ പറയാൻ വേണ്ടി, ഇത് സ്കൂളൊക്കെ അടക്കിയല്ലേ പിള്ളേർക്ക്, അന്നേരം പിന്നെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനം ഇരിക്കട്ടെ എന്നേ. അപ്പോൾ ആർക്കെങ്കിലും കൊക്കോക്ക വേണമെങ്കിൽ ഞാൻ തിന്ന് കാണിക്കാവുന്ന. നമുക്ക് പിന്നെ കൊക്കോക്ക ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പുളിപ്പിച്ച് ഉണക്കി പച്ചക്കും കടയിൽ കൊണ്ട് കൊടുക്കും, ഉണക്കി വെച്ചാൽ അങ്ങനെ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പം ചോക്ലേറ്റ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ മേലാത്തവർക്കുള്ളതാണ് ഈ വീഡിയോ ഒന്ന്. ബൈ.